നമസ്കാരം. ഏതൊരു മനുഷ്യനും അവരുടേതായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാകും. നമ്മൾ നമ്മുടെ ജീവിതത്തിലെടുക്കുന്ന ശ്രമങ്ങൾ ഓരോന്നും ഇങ്ങനെയുള്ള സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സഫലീകരിക്കുന്നതിന് വേണ്ടിയാണ്. പലപ്പോഴും സ്വപ്നത്തിന് യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവും ഉണ്ടാകാറില്ല. യാഥാർത്ഥ്യത്തിന് തിരിച്ചും. ഒരിക്കൽ ഐറിഷ് നോവലിസ്റ്റും കവിയുമായ ജോർജ് മൂർ പറഞ്ഞു, റിയാലിറ്റി ക്യാൻ ഡിസ്ട്രോയ് ദ ഡ്രീം. വൈ ഷുഡൻറ്റ് ദ ഡ്രീം ഡിസ്ട്രോയ് റിയാലിറ്റി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, യാഥാർത്ഥ്യത്തിന് സ്വപ്നത്തെ നശിപ്പിക്കാൻ കഴിയും. എന്തുകൊണ്ട് സ്വപ്നത്തിന് യാഥാർത്ഥ്യത്തെ നശിപ്പിച്ചുകൂടാ? ഇതൊന്ന് വിശകലനം ചെയ്താൽ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ആഴത്തിലുള്ള ആഗ്രഹങ്ങളാണ്. സൂക്ഷ്മമായി പരിശോധിച്ചാൽ ആഗ്രഹങ്ങൾ ഉടലെടുക്കുന്നത് എവിടെയാണ്? നമ്മുടെ മനസ്സിലാണ്. അവ നമ്മൾ അറിയുന്നതോ ചിന്തകളായിട്ടാണ്. അപ്പോൾ പൂർണ്ണമായും ചിന്തകളിലൂടെ സ്വപ്നങ്ങൾ നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയില്ല എങ്കിലും ചിന്തകൾക്ക് സ്വപ്നവുമായി വലിയ ബന്ധമുണ്ട് എന്നർത്ഥം വരുന്നുണ്ട്. വാലസ് വാട്ടൽസ് പറഞ്ഞത് ചിന്ത ഒരു പദാർത്ഥമാണ് എന്നും അത് സങ്കല്പിക്കുന്ന വസ്തുവിനെ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുമാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കടമെടുത്താൽ, എ തോട്ട് ഈസ് എ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസിംഗ് ദ തിങ് ദാറ്റ് ഈസ് ഇമാജിൻഡ് ബൈ ദ തോട്ട്. ചുരുക്കം പറഞ്ഞാൽ ചിന്തകൾക്ക് വലിയ ശക്തിയുണ്ട്. നമുക്കതറിയാം. പലതും സാധിക്കില്ല, പറ്റില്ല എന്ന് നെഗറ്റീവ് ചിന്തകൾ നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് നെഗറ്റീവായിരിക്കും. നമ്മളുടെ ഫീലിങ്സും നെഗറ്റീവായിരിക്കും. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാതെ വരുന്നു. മറിച്ച് പോസിറ്റീവായ ചിന്തകൾ മനസ്സിൽ കൊണ്ട് നടക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്നു, പലതും ചെയ്യാനും കഴിയുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റില്ല എന്ന് ഓർത്ത് ജീവിതകാലം മുഴുവൻ വിഷമിക്കുന്നതിന് പകരം ചിന്തകൾ ഉപയോഗിച്ച് അത് പറ്റുമോ എന്ന് എന്തുകൊണ്ട് നോക്കിക്കൂടാ? ഈ വഴിയിലൂടെ നിത്യേന സഞ്ചരിച്ചാൽ സാധിക്കില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ അത്ഭുതകരമായി സാധ്യമാകുന്നു. ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴി നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നു. ഇതിന് കാരണം നമ്മുടെ സ്വപ്നങ്ങളുണ്ടല്ലോ, അതിനൊരു വൈബ്രേഷണൽ ഫ്രീക്വൻസി ഉണ്ട്. നമ്മുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി നമ്മുടെ സ്വപ്നത്തിൻ്റെ ഫ്രീക്വൻസിയായി മാച്ച് ചെയ്യുമ്പോൾ അവിടേക്ക് എത്താനുള്ള വഴി തെളിഞ്ഞു വരുന്നു. ഇതിലേക്കായി നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഡ്രീം മാനിഫെസ്റ്റേഷൻ ഗൈഡഡ് മെഡിറ്റേഷനാണ്. മാനിഫെസ്റ്റ് മീൻസ് എപ്പിയർ ചെയ്യുക, പ്രത്യക്ഷപ്പെടുക. നിങ്ങളും ഈ പ്രോസസ്സും കൂടി ചേരുമ്പോഴാണ് മാനിഫെസ്റ്റേഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വേണ്ടത് നമ്മുടെ മനസ്സിലുള്ള ഒരു സ്വപ്നം ഈ പ്രോസസ്സിന് വേണ്ടി തിരഞ്ഞെടുക്കുക എന്ന നടപടിയാണ്. പുതിയ ഒരു ജോലി ലഭിക്കുന്ന സ്വപ്നം, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ജോലി മാറുന്ന സ്വപ്നം, ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നത്, ഒരു പുതിയ കാറ് വാങ്ങുന്നത്, സ്വന്തമായുള്ള വീടിൻ്റെ പണി പൂർത്തീകരിക്കുന്നത്, ആടിയുലയുന്നൊരു ബന്ധമുണ്ടെങ്കിൽ അത് നേരെയാകുന്നത്, ആരുടെയെങ്കിലും അടുത്ത് നിന്ന് പണം ലഭിക്കാനുണ്ടെങ്കിൽ അത് ലഭിക്കുന്നത്, മകളുടെയോ മകൻ്റെയോ വിവാഹം നടക്കുന്നത്. ഇങ്ങനെ ഏതെങ്കിലും ഒരു ഗോൾ, ഒരു ഡ്രീം ആണ് എടുക്കേണ്ടത്. പ്രോസസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാം. ഇത് ചെയ്യുന്നതോടൊപ്പം ബോധപൂർവം നമ്മൾ ദിവസേന ഓർമ്മിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആദ്യം ഡൂസ്, ചെയ്യേണ്ടവ. 1. കൾട്ടിവേറ്റ് പോസിറ്റീവ് തോട്ട്സ് അബൌട്ട് യുവർ ഡ്രീം. നിങ്ങളുടെ സ്വപ്നത്തെക്കുറിച്ചുള്ള നല്ല ചിന്തകൾ വളർത്തിയെടുക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ പ്രപഞ്ചത്തിൽ നിന്നുള്ള രഹസ്യ സമ്മാനങ്ങൾ പോലെയാണ്. അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. 2. യൂസ് പോസിറ്റീവ് വേർഡ്സ് വെൻ ടോക്കിംഗ് അബൌട്ട് യുവർ ഗോൾ. നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മനോഹരമായ വാക്കുകൾ മാത്രം ഉപയോഗിക്കുക. പോസിറ്റീവായി മാത്രം സംസാരിക്കുക. വാക്കുകൾക്ക് അപാര ശക്തിയുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് വേണം സംസാരിക്കാൻ. 3. എൻഗേജ് ഇൻ ഡെയിലി ആക്ഷൻസ് ദറ്റ് അലൈൻ വിത്ത് യുവർ ഗോൾ. ഇത് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ദിവസവും ഏർപ്പെടുക. എത്ര ചെറിയ കാര്യമായാലും അത് ചെയ്യുക നിർബന്ധമാണ്. മനസ്സിൽ മാത്രം സ്വപ്നങ്ങൾ കൊണ്ട് നടക്കാതിരിക്കുക. 4. സറൗണ്ട് യുവർ സെൽഫ് വിത്ത് ഇൻഡിവിജ്വൽസ് ഹു സപ്പോർട്ട് യുവർ ഡ്രീം. നിങ്ങളുടെ സ്വപ്നത്തെ പിന്തുണയ്ക്കുന്ന വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കുക. അതിൻ്റെ അർത്ഥം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരോട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് പറയാമെന്നും സപ്പോർട്ട് ചെയ്യാത്തവരോട് അതേക്കുറിച്ച് പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നുമാണ്. ഇതെല്ലാം നിങ്ങളുടെ മനസ്സിനെ ശുദ്ധമാക്കി വയ്ക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ മറ്റൊരാൾ പറയുന്നത് കൊണ്ടോ പറയാതിരിക്കുന്നത് കൊണ്ടോ നിങ്ങൾക്ക് ശരിക്കും ഒന്നും സംഭവിക്കുന്നില്ല. നിങ്ങൾ ഗംഗാ നദി പോലെയാണ്. തോടിലൂടെ ഒഴുകിവരുന്ന മലിനജലം ഗംഗയിൽ ചെന്നെത്തിയാൽ ഗംഗ മലിനമാകുന്നില്ല. ശുദ്ധമായ ജലം ഒഴുകിയെത്തിയാൽ ഗംഗ കൂടുതൽ ശുദ്ധമാവുകയില്ല. ഇത് പ്രത്യേകം ഓർക്കണം.
ഇനി ചില ഡോൺസ്, ചെയ്യാൻ പാടില്ലാത്തവ. 1. സസ്പെൻഡ് ഓൾ ഡൗട്ട്സ് ആൻഡ് വറീസ്. ലെറ്റ് ദം ഗോ. എല്ലാ സംശയങ്ങളും ആശങ്കകളും മാറ്റിവെക്കുക. അവയെ പോകാൻ അനുവദിക്കുക. സ്വപ്നത്തിൽ പൂർണ്ണമായും വിശ്വസിക്കുക. 2. റിഫ്രെയിൻ ഫ്രം എൻ്റർടൈനിങ് നെഗറ്റീവ് തോട്ട്സ് ഓർ എക്സ്പ്രഷൻസ് അബൌട്ട് യുവർ ഡ്രീം. നിങ്ങളുടെ സ്വപ്നത്തെക്കുറിച്ചുള്ള നിഷേധാത്മക ചിന്തകളോ പ്രതികരണങ്ങളോ പൂർണ്ണമായും ഒഴിവാക്കുക. നെഗറ്റീവായി സംസാരിക്കാതിരിക്കുക. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, ചെയ്യാതിരിക്കരുത്. ഉദാഹരണത്തിന്, ജോലിയാണ് താല്പര്യമെന്നുണ്ടെങ്കിൽ ജോലി അന്വേഷിക്കണം, CV അയച്ചു കൊടുക്കണം. ഇതെല്ലാം നമ്മൾ ചെയ്യണം. 3. റെസിസ്റ്റ് ദി ഏർജ് ടു മെഷർ യുവർ സെൽഫ് എഗെയിൻസ്റ്റ് അതേഴ്സ്. മറ്റുള്ളവരുമായി നിങ്ങൾ സ്വയം അളക്കാതിരിക്കുക, കമ്പയർ ചെയ്യാതിരിക്കുക. ഫോക്കസ് ഓൺ യുവർ ജേർണി, നോട്ട് അതേഴ്സ്. കോമ്പറ്റീഷനെക്കുറിച്ചുള്ള ചിന്തകൾ പാടെ മാറ്റിവെക്കുക. വാലസ് വാട്ടൽസ് പറഞ്ഞത്, യു മസ്റ്റ് ഗെറ്റ് റിഡ് ഓഫ് ദ തോട്ട് ഓഫ് കോമ്പറ്റീഷൻ. യു ആർ ടു ക്രിയേറ്റ്, നോട്ട് ടു കോമ്പീറ്റ് ഫോർ വാട്ട് ഇസ് ഓൾറെഡി ക്രിയേറ്റഡ്. മത്സരത്തെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്നും നമ്മൾ മുക്തി നേടണം. നമ്മൾ സ്രഷ്ടാവിൻ്റെ ലെവലിലേക്ക് ഉയരണം. ഓൾറെഡി സൃഷ്ടിച്ചതിന് വേണ്ടി മത്സരിക്കരുത്. ഇനി അബദ്ധവശാൽ ഈ പറഞ്ഞ ഡോൺസ് വല്ലതും നമ്മൾ അറിയാതെ പ്രാക്ടീസ് ചെയ്താൽ എന്ത് ചെയ്യണം? പേടിക്കരുത്. ബോധത്തിലേക്ക് ഇത് വന്നുവല്ലോ എന്നോർത്ത് നന്ദി പറയണം. നമുക്കിനി ഡ്രീം മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷനിലേക്ക് കടക്കാം. പക്ഷേ അതിനു മുമ്പ് ഒരിക്കൽ കൂടി നിങ്ങളുടെ ലക്ഷ്യം മനസ്സിലേക്ക് കൊണ്ടുവന്ന ശേഷം നിങ്ങൾക്കത് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് സ്വയം ബോധ്യപ്പെടുത്തിയ ശേഷം ഇത് നടന്നു കഴിഞ്ഞാലുള്ള ആഫ്റ്റർ ഇഫക്റ്റ് അതുകൂടെ കാണണം. ഉദാഹരണത്തിന്, മകളുടെ വിവാഹമാണ് സ്വപ്നം എങ്കിൽ വിവാഹം കഴിഞ്ഞ ശേഷം മകൾക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നത് ആഫ്റ്റർ ഇഫക്റ്റായി കാണാവുന്നതാണ്. മെഡിറ്റേഷൻ പ്രോസസ്സിൽ ഞാൻ പറയുമ്പോൾ ആ കുഞ്ഞുമൊത്ത് സന്തോഷത്തോടെ ചിരിച്ച് കളിക്കുന്നത് കണ്ടാൽ മതി. ഡ്രൈവിംഗ് ലൈസൻസാണ് ആഗ്രഹം എങ്കിൽ ആഹ്ലാദത്തോടെ കുടുംബവുമൊത്ത് അല്ലെങ്കിൽ സുഹൃത്തുക്കളുമൊത്ത് യാത്ര ചെയ്യുന്നത് കാണണം, ഡ്രൈവ് ചെയ്യുന്നത് കാണണം. അതാണ് ആഫ്റ്റർ ഇഫക്റ്റ്. അല്ലാതെ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്നത് നിങ്ങൾ കാണരുത്. ഇനി നമുക്ക് മെഡിറ്റേഷനിലേക്ക് കടക്കാം. കണ്ണുകൾ അടച്ചു വെച്ചോളൂ. ആദ്യം സ്വസ്ഥമായി ഇരിക്കുക. എന്നിട്ട് 3 പ്രാവശ്യം ദീർഘശ്വാസം എടുത്തുവിടുക. ജീവിതത്തിൽ താങ്കൾക്കുണ്ടായ ഒരു പോസിറ്റീവ് അനുഭവം മനസ്സിൽ കാണുക. മാനിഫെസ്റ്റേഷൻ നടന്നതായ കാര്യമായിരിക്കണം. അന്ന് അനുഭവത്തിൽ കണ്ട കാഴ്ചകൾ വീണ്ടും കാണുക. ക്ലിയർ ആൻഡ് കളർഫുള്ളായി വേണം കാണുവാൻ. ഒരു വീഡിയോ കാണുന്നത് പോലെ. ആ അനുഭവത്തിൽ നിന്നുമുണ്ടായ സന്തോഷം മനസ്സിൻ്റെ എല്ലാ കോണുകളിലേക്കും സ്പ്രെഡ് ചെയ്യട്ടെ. ദേഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യട്ടെ. അന്ന് അനുഭവിച്ച സന്തോഷം വീണ്ടും ഫീൽ ചെയ്യുമ്പോൾ വാക്കുകൾക്കതീതമായൊരു അനുഭൂതി. Bringing joy, feeling happy. ആ അനുഭവം നടന്ന സമയത്ത് ആരെല്ലാം ഉണ്ടായിരുന്നുവോ ആ വ്യക്തികളെയും പരിസരത്തെയും കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. Enjoying the bliss.
അടുത്തതായി, താങ്കൾക്ക് ആരുടെയെങ്കിലും അടുത്ത് നിന്ന് ലഭിച്ച സഹായം ഓർത്തെടുക്കാം. അപ്രതീക്ഷിതമായി താങ്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സൗഭാഗ്യമായിരുന്നു ആ അനുഭവം. പൂർണ്ണമായും ദൃശ്യവൽക്കരിക്കുക. പ്രപഞ്ചം അല്ലെങ്കിൽ ഈശ്വരൻ തന്നോടൊപ്പം ഉണ്ട് എന്ന് മനസ്സിലായ ഒരനുഭവം. അന്ന് തോന്നിയ നന്ദിയുടെ വികാരം വീണ്ടും അനുഭവിക്കുമ്പോൾ ആ വ്യക്തിയോട് എന്തെന്നില്ലാത്ത കടപ്പാടും സ്നേഹവും തോന്നുന്നു. ഫീലിംഗ് സോ ഗ്രേറ്റ്ഫുൾ. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി കൃതജ്ഞതയുടെ ഭാവം പകർന്നുകൊണ്ട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, താങ്ക് ദ പേഴ്സൺ ഫ്രം യുവർ ഹാർട്ട്. ദാറ്റ്സ് റൈറ്റ്. ഇനി താങ്കളുടെ ഭൂതകാലത്തിൽ അനുഭവപ്പെട്ട ശാന്തമായ ഒരു നിമിഷം ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. ഒത്തിരി സമാധാനം തോന്നിയ ഒരനുഭവമായിരുന്നു അത്. നിശ്ചലമായിരിക്കുന്ന തടാകം പോലെ ആ ശാന്തത അനുഭവിച്ച പരിസരം വീണ്ടും ഓർമ്മയിലേക്ക് ഒരിക്കൽ കൂടി കൊണ്ടുവരിക. മനസ്സിന് കുളിർമയേകുന്ന ആ അനുഭവം വീണ്ടും ഓർത്തെടുക്കുമ്പോൾ യു ഫീൽ പീസ്ഫുൾ. ഇനി താങ്കളുടെ മനസ്സിലുള്ള സ്വപ്നം പ്രകടമായ രൂപത്തിലും അവസ്ഥയിലും മനസ്സിൽ കാണുക. തൻ്റെ തൊട്ടുമുമ്പിൽ ഒരു ഗോളത്തിൽ ചിത്രങ്ങളായി ഇത് കാണുക. തിളക്കമാർന്ന ചിത്രങ്ങൾ. താങ്കളും താങ്കളെ ഒത്തിരി സ്നേഹിക്കുന്നവരും ആ ഗോളത്തിനകത്തുള്ളതായി കാണാൻ സാധിക്കുന്നുണ്ട്. തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ അവരും ഒത്തിരി സന്തോഷിക്കുന്നു. ഫീലിംഗ് സോ ഹാപ്പി, contented. ഈ സമയത്ത് താങ്കളുടെ ഹൃദയഭാഗത്തേക്ക് ശ്രദ്ധ കൊണ്ടുപോവുക. മനസ്സിൻ്റെ കണ്ണുകളിലൂടെ ഹൃദയത്തെ നോക്കി പുഞ്ചിരിക്കുക. സന്തോഷവും കൃതജ്ഞതയും ശാന്തതയും എല്ലാം കൂടി ഹൃദയത്തിൽ അനുഭവപ്പെടുമ്പോൾ താൻ കുറേ കാലം മനസ്സിൽ കൊണ്ടു നടന്ന സ്വപ്നം പൂവണിയുന്നതായി അറിയുന്നു.
തൻ്റെ ഹൃദയത്തിലുള്ള സന്തോഷവും നന്ദിയും ശാന്തിയും അടങ്ങുന്ന ഊർജം താങ്കളുടെ തിളങ്ങുന്ന സ്വപ്നഗോളത്തിലേക്ക് പ്രതിഫലിപ്പിക്കുക. പൂർണ്ണമായും പ്രകാശിപ്പിക്കുക. Direct the positive energy from your heart to your dream visualization. ഈ സമയത്ത് വേണമെങ്കിൽ ഒരു കൈപ്പത്തി ഹൃദയഭാഗത്ത് വയ്ക്കുകയും മറ്റേ കൈ കൊണ്ട് ഈ ഗോളത്തിലുള്ള സ്വപ്നചിത്രങ്ങളെ അനുഗ്രഹിക്കാവുന്നതാണ്. ആ ചിത്രങ്ങളെ കൂടുതൽ പ്രകാശിപ്പിച്ചുകൊണ്ട് ഇനി ഈ സ്വപ്നം നടന്നു കഴിഞ്ഞാൽ താങ്കളുടെ ജീവിതത്തിലുണ്ടാകുന്ന ആഫ്റ്റർ ഇഫക്റ്റ് കാണുക. തൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് ശേഷമുള്ള മറ്റൊരു ചെറിയ സ്വപ്നം. That's right. അത് കണ്ട് ആസ്വദിക്കുക. ചുറ്റുമുള്ളതെല്ലാം നന്ദിയോടെ സ്വീകരിക്കുക. അതുമായി അലിഞ്ഞു ചേരുക. എല്ലാത്തിലും ഞാനുണ്ട് എന്നും എന്നിൽ എല്ലാം ഉണ്ട് എന്നും തിരിച്ചറിഞ്ഞ് തൻ്റെ സ്വപ്നവുമായി ഒന്നാവുക. തൻ്റെ ജീവിതത്തിൽ ഈ സ്വപ്നം പൂർണ്ണമായും വിജയിച്ചുകൊണ്ട് തൻ്റെ ഉള്ളിൽ ഒരു വലിയ സ്വപ്നത്തിൻ്റെ വിത്ത് വിതച്ച സന്തോഷത്തോടെ താങ്കൾക്ക് പതുക്കെ കണ്ണുകൾ തുറക്കാവുന്നതാണ്. അതായിരുന്നു ഡ്രീം മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷൻ. ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ എന്ത് തോന്നുന്നു? ഒരു തൃപ്തി വന്നതുപോലെ തോന്നുന്നില്ലേ? തൃപ്തിയാണ് ഏത് സമയവും വേണ്ടത്. ആ ഫീലിംഗ് ആണ് സ്വപ്നത്തിൻ്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്കളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുമെന്ന ഉറപ്പോടെ നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. വീണ്ടും കാണാം മറ്റൊരു എപ്പിസോഡിൽ. നന്ദി, നമസ്കാരം.